സ്നേഹമെല്ലാം പൊതിഞ്ഞു വെച്ച് മാനവർക്ക് പകുത്തു നൽകി ദൈവബലിയോടെ. അമ്മ എന്ന രണ്ടക്ഷരത്തിൽ സ്നേഹമെല്ലാം പൊതിഞ്ഞു വെച്ച് മാനവർക്ക് പകുത്തു നൽകി ദൈവബലിയോടെ. ദൈവത്തിന്റെ അമ്മയായിടാൻ മറിയത്തെ തിരഞ്ഞെടുത്തു, സ്വർഗത്തിലും കരുതി വെച്ചു അമ്മയുടെ സ്നേഹം. ദൈവത്തിന്റെ അമ്മയായിടാൻ മറിയത്തെ തിരഞ്ഞെടുത്തു, സ്വർഗത്തിലും കരുതി വെച്ചു അമ്മയുടെ സ്നേഹം. അമ്മ എന്ന രണ്ടക്ഷരത്തിൽ സ്നേഹമെല്ലാം പൊതിഞ്ഞു വെച്ച് മാനവർക്ക് പകുത്തു നൽകി ദൈവബലിയോടെ. ആവേ ആവേ മരിയ, ആവേ ആവേ മരിയ, ആവേ ആവേ മരിയ, ആവേ ആവേ മരിയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിൻ്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു. പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 14-ാം നാളിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ ചിന്തിച്ചത്, നമ്മൾ പറഞ്ഞായിരുന്നു, വ്രതത്രയങ്ങളെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കണം. അതിൽ 2 നമ്മളിപ്പോൾ ഈ സീക്വൻസിൽ ഇങ്ങനെ ധ്യാനിച്ചു പോവാണ്. ഇന്നലെ ദാരിദ്ര്യം ചിന്തിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കുമെന്ന് പറഞ്ഞിരുന്നത് അനുസരണമാണ്. അപ്പം അനുസരണത്തെക്കുറിച്ച് ചിന്തിക്കുക. അതിനു മുമ്പ് ഇന്നലത്തെ വിഷയം ഞാൻ കുറച്ച് വ്യത്യസ്തതയുള്ള ഹോംവർക്കാണ് തന്നുവിട്ടത്. നിങ്ങൾ വീടിനകമൊക്കെ നോക്കണം, നിങ്ങളുടെ കയ്യിലുള്ള സമ്പാദ്യം നോക്കണം, അധികമായിട്ടുള്ളത് ആർക്കെങ്കിലുമൊക്കെ പങ്കുവെക്കാൻ പറ്റുന്നത് അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കണം. ദൈവം തന്നതല്ലേ, ഉള്ളതിൻ്റെ പങ്ക് കൊടുക്കണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ എന്താ പറ്റുന്നറിയാമോ, അത്തരം ആളുകളെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു സമ്പാദിക്കാൻ വേണ്ടി തന്നെ ജീവിച്ചു. അതായിരുന്നു അവരുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം. സമ്പാദ്യം കൂട്ടുക, അത് ബാങ്ക് ബാലൻസ് ആയിട്ട്, സ്വർണമായിട്ട്, സ്ഥലമായിട്ട് ഒക്കെ സമ്പാദ്യം കൂട്ടാൻ വേണ്ടി മാത്രം ജീവിച്ചു.
അങ്ങനെ ഉണ്ട് മനുഷ്യർ. അത് എങ്ങനെയോ അവർ ആ ട്രാക്കിലായി പോകുന്നതാണ്, സമ്പാദിച്ച് അങ്ങനെ ജീവിക്കുകയാണ്. പക്ഷേ ഒരു ഘട്ടം എത്തുമ്പോൾ അവർ റിയലൈസ് ചെയ്യുകയാണ്. എന്തെന്നറിയാമോ? മരണത്തിന് മുമ്പ് അവരത് റിയലൈസ് ചെയ്യും, അവരത് അനുഭവിക്കും. ഒന്നും ഉപകാരപ്പെടുന്നില്ല എന്ന് വെച്ചാൽ ഈ ഏക്കർ കണക്കിന് ഭൂമിയോ ഈ ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ ബാങ്ക് ബാലൻസോ പവൻ കണക്ക് സ്വർണമോ ഉപകാരപ്പെടുന്നില്ല എന്ന് ഫീൽ ചെയ്യുന്ന ഒരു ഘട്ടം വരും ജീവിതത്തിൽ. ഒന്നും തുണയ്ക്കു വരുന്നില്ല, ഒന്നും ആശ്വാസം തരുന്നില്ല, ഇതൊക്കെ ഉണ്ടായിട്ടും സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് തിരിച്ചറിയുന്നൊരു ഘട്ടം വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതിനോടങ്ങ് മമത വരരുത്, അതിലേക്ക് അങ്ങ് ചാരി നിൽക്കരുത് സമ്പത്തിലേക്ക്. അതിനൊരു വാക്യമുണ്ട്, എസെക്കിയേലിൻ്റെ പുസ്തകം, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 19-ാം വാക്യം. എസെക്കിയേൽ 7:19. അതിങ്ങനെയാണ്, ബൈബിൾ എടുത്ത് അടിവര ഇട്ടു വെക്കണം. നമുക്ക് ഇങ്ങനെ ഒരു അപകടം വരരുത്. എസെക്കിയേൽ 7:19. അവർ വെള്ളി തെരുവുകളിൽ വലിച്ചെറിയും, സ്വർണം അവർക്ക് അശുദ്ധ വസ്തു പോലെയാകും. കർത്താവിൻ്റെ ക്രോധത്തിൻ്റെ ദിനത്തിൽ അവർ രക്ഷിക്കാൻ വെള്ളിക്കും സ്വർണത്തിനും സാധിക്കുകയില്ല. അവയ്ക്ക് അവരുടെ വിശപ്പടക്കാനോ വയറു നിറയ്ക്കാനോ ആവില്ല. എന്തെന്നാൽ അവയാണ് അവർക്ക് ഇടർച്ച വരുത്തിയത്. ഈ വെള്ളിയും ഈ സ്വർണവുമാണ് അവർക്ക് ഇടർച്ച വരുത്തിയത്. ദാ ഇപ്പോൾ അവരുടെ വിശപ്പടക്കാൻ ഇതുകൊണ്ടൊന്നും ആകുന്നില്ല എന്നൊരു ഘട്ടം വരും. അതുകൊണ്ട് ജാഗ്രതയോടെ ഇരിക്കണം. ഈ അമിത സമ്പത്ത് ആപത്താന്നൊക്കെ പറയുമ്പോൾ ശരിക്കും അമിത സമ്പത്ത് അതിൽ തന്നെയല്ല ആപത്ത്. ദൈവത്തെ മറന്നും സഹജീവികളെ മറന്നുമുള്ള അമിത സമ്പത്താണ് ആപത്ത്. ചിലരെ അറിയാമല്ലോ, നല്ല സമ്പത്തുള്ള മനുഷ്യരുണ്ട്, പക്ഷെ എന്ത് സന്തോഷത്തോടെ ജീവിക്കുന്ന അറിയാമോ? കാരണം എനിക്കറിയാം, ഞാനത് ശരിക്കും പറഞ്ഞു ഇന്നലെ പറയേണ്ടിയിരുന്നതാണ്. അപ്പോൾ ഇന്നലെ പറഞ്ഞിട്ടത് ഇന്നങ്ങോട്ട് എത്തുമ്പോൾ കുറച്ചും കൂടെ പറയണമെന്നുള്ള ആഗ്രഹം കാരണം അതും കൂടെ അങ്ങ് പൂർത്തിയാക്കുക. സമ്പത്ത് പറഞ്ഞിട്ട് നമുക്ക് അനുസരണത്തിലേക്ക് എത്താം. ഇനി അനുസരണം മിച്ചം വന്ന് നാളെയും പറയാം, കുഴപ്പമില്ല. നിങ്ങൾ ഏതായാലും കണ്ടിന്യൂസ് ആയിട്ട് ഇതിൽ പങ്കെടുക്കുന്നവരാണല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും പലരും പറഞ്ഞ് അറിയുന്നുണ്ട്, ചിലരൊക്കെ ഫീഡ്ബാക്ക് തരുന്നുണ്ട്, ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, കൂടെ ധ്യാനിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ സന്തോഷമുണ്ട്. ഇതൊരു യാത്രയാണ്, ഒറ്റ ദിവസത്തെ ക്യാപ്സ്യൂൾ അല്ല ഇത്, ഒറ്റ ദിവസത്തെ ഇഞ്ചക്ഷൻ അല്ല ഇത്. നമ്മൾ സാവകാശം സമയമെടുത്ത് ധ്യാനിച്ചു പോവാണ്. ഞാൻ ഈ സമ്പത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരാളെക്കുറിച്ച് പറയാൻ വിട്ടുപോയി. ഞാൻ ഈ അടുത്ത കാലത്ത് പരിചയപ്പെട്ട ഒരാളാണ്, ആളുടെ പേര് പോലും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഒരു അത്ഭുതമാണ്, ഞാൻ കണ്ടിട്ടുള്ള മനുഷ്യരിൽ എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയൊരു മനുഷ്യനാണ്. ഞാൻ ചങ്ങനാശ്ശേരി രൂപതക്കാരനാണ്, കുട്ടനാട്ടിലാണ് വീട്, ചമ്പക്കുളമാണ് സ്വദേശം. പക്ഷേ എൻ്റെ ബന്ധുക്കൾ, ഞങ്ങളുടെ വല്യപ്പച്ചൻ്റെയും വല്യമ്മച്ചിയുടെയൊക്കെ ബന്ധുക്കൾ കുറച്ച് പേര് മലബാറിലേക്ക് പണ്ട് കുടിയേറിപ്പോയവരുണ്ട്. അപ്പം അതിലൊരാളുടെ മരണത്തിൻ്റെ ഓർമ്മ ആഘോഷിക്കാൻ വേണ്ടി ഞാൻ തലശ്ശേരി രൂപതയിലുള്ള ആലക്കോട് പള്ളി അവിടെ കുർബാന അർപ്പിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഒരു ദിവസം അവിടെ താമസിച്ചു, ഈ ബന്ധുവീട്ടിൽ താമസിച്ച് കുർബാന അർപ്പണമൊക്കെ കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ഞങ്ങൾ വൈകുന്നേരത്തെ ട്രെയിന് മടക്കം. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോഴാണ് ആ വീട്ടിലേക്ക് ഒരാൾ കയറി വന്നു. ഒരു മെലിഞ്ഞ ഒരു മനുഷ്യൻ, പക്ഷേ അയാൾ ഒരു ജീപ്പ് ഓടിച്ചാണ് വരുന്നത്. കണ്ടാൽ ഒരു 60-65 വയസ്സ് പ്രായം വരും. ഈ മനുഷ്യനെ ഞാൻ പരിചയപ്പെട്ടു. എനിക്ക് അറിഞ്ഞുകൂടാ ആളിത് കേൾക്കുന്നുണ്ടോ എന്ന്, കാരണം ഞാൻ ആളുടെ കോൺടാക്റ്റ് ഒന്നും ഇല്ല, ആളുടെ പേര് പോലും എൻ്റെ ഓർമ്മയിലില്ല. പക്ഷേ അയാൾ പറഞ്ഞൊരു കാര്യമാണ് എന്നെ ഞെട്ടിച്ച് കളഞ്ഞത്. ഒരു 60-65 വയസ്സ് കാണും, ജീപ്പ് ഓടിച്ചു വന്നു. ഞാൻ പരിചയപ്പെട്ടു, ഞാൻ ചോദിച്ചു എന്താണ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. അപ്പോഴാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, പുള്ളിക്ക് 78 വയസ്സുണ്ട്. 78 വയസ്സുള്ള മനുഷ്യൻ 4x4 ജീപ്പ് ഓടിച്ച് ആ മലയോരത്തൂടെ കയറി വന്നിരിക്കുകയാണ്. പക്ഷെ എന്താണ് ചെയ്യുന്നത്? എനിക്ക് കർണാടകയിൽ കുറച്ച് തോട്ടമുണ്ട് അച്ഛാ, അപ്പോൾ അവിടെ മക്കളൊക്കെ അവിടെയാണ്. പിന്നെ പറഞ്ഞപ്പോഴാണ് ഏക്കർ കണക്കിന് തോട്ടം, ഏക്കർ പറയുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം പിന്നെ എങ്ങനെയാണ്? ഇപ്പം അച്ഛാ എനിക്ക് ഇവിടെ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്, കുറച്ച് തെങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത്. എന്തുമാത്രം കൗതുകം കൊണ്ട് ഞാൻ ചോദിക്കണം, എന്തുമാത്രം ഉണ്ട് തെങ്ങ്? ഒരു ഇടിയിലിനൊരു 20-25 തേങ്ങ ഇടുവച്ച, അത്രയും തെങ്ങുണ്ട്. എന്നിട്ടാണ് പുള്ളി അടുത്തത് പറയുന്നത്, ഞാൻ പണിക്കാരെ നിർത്തില്ല അച്ഛാ, പണിക്കാരെ നിർത്തില്ല എന്ന് വെച്ചാൽ വേറെ ഞാൻ തന്നെ അധ്വാനിക്കും, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ തന്നെ അധ്വാനിക്കും. 78-ാമത്തെ വയസ്സിൽ ഈ മനുഷ്യൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പണിക്കിറങ്ങിയിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പറമ്പിൽ പണിയെടുക്കും. ഇപ്പോൾ തേങ്ങയൊക്കെ ഇട്ടാൽ ഇയാൾ തന്നെയാണ് പെറുക്കിയെടുക്കുന്നത്, വേറെ ആരെയും നിർത്തിയല്ല. അപ്പോൾ ഞാനിങ്ങനെ ഇയാളെ കൗതുകത്തോടൊപ്പം എന്താണ് ഈ ഇനം എന്നിങ്ങനെ കാണും. അത് കഴിഞ്ഞപ്പോഴാണ് പുള്ളി എന്നെ ഞെട്ടിച്ച ഡയലോഗ് പറഞ്ഞത്, അച്ഛാ എല്ലാ ദിവസവും എൻ്റെ പറമ്പിൽ ഞാൻ പണിയെടുക്കുമ്പോൾ ഞാൻ 800 അല്ലെങ്കിൽ 1000 രൂപ ദിവസക്കൂലി എഴുതി മാറ്റും. എന്നിട്ട് ഈ ദിവസക്കൂലി എഴുതി മാറ്റിയിട്ട് മാസാവസാനം ആകുമ്പോൾ അത് ഈ 25 ദിവസം ആണെങ്കിൽ 25,000 രൂപയുണ്ട്. ഈ 25,000 രൂപയും പാവങ്ങൾക്കുള്ള അച്ഛാ, ഇത് ഞാൻ തൊടില്ല, ഈ കാശ് ഞാൻ തൊടില്ല. ഈ 25,000 രൂപയും പാവപ്പെട്ടവർക്കുള്ള കാശാണ്.
അപ്പോൾ ഓരോ ദിവസവും ഇയാൾ ദൈവത്തിന് മുമ്പാകെ പ്രാർത്ഥിക്കുന്നത്, കർത്താവെ എനിക്ക് ആരോഗ്യം തന്നാൽ എല്ലാ ദിവസവും 1000 രൂപ വെച്ച് പാവപ്പെട്ടവന് കിട്ടും. എനിക്ക് ആരോഗ്യം തന്നാൽ എല്ലാ ദിവസവും 1000 രൂപ വെച്ച് പാവപ്പെട്ടവന് കിട്ടും. എനിക്ക് പണിയെടുക്കാനുള്ള ആരോഗ്യം തന്നാൽ. എന്താണത്? അത്ഭുതമാണ് അങ്ങനത്തെ മനുഷ്യർ. അതുകൊണ്ട് 78ാമത്തെ വയസ്സിലും ദൈവം അയാൾക്ക് ആരോഗ്യം കൊടുത്തിരിക്കുകയാണ്. കാരണം എന്താ? അയാൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ മരുന്നെത്തും, ഏതെങ്കിലും വീട്ടിൽ വിദ്യാഭ്യാസത്തിനുള്ള പണം എത്തും, ചികിത്സാ ചെലവിനുള്ള കാര്യങ്ങളെത്തും. അങ്ങനെയും മനുഷ്യരുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത്, സമ്പത്തുള്ളതുകൊണ്ട് ഒരാൾ പാപിയാകുന്നില്ല എന്നുള്ള അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. സമ്പത്തുള്ളത് കൊണ്ട് മാത്രം ഒരാൾ പാപിയാകുന്നില്ല, കാശില്ലാത്തത് കൊണ്ട് മാത്രം ഒരാൾ പുണ്യപ്പെട്ടവനാകുന്നുമില്ല. ദൈവം തന്നതാണ്. ആ നന്ദിയോടെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ, ദൈവനാമത്തിന് മഹത്വപ്പെടുത്തുന്ന രീതിയിൽ സമ്പത്ത് ഉപയോഗിക്കുന്നിടത്താണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ദാരിദ്ര്യം ജീവിക്കേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയായിരുന്നു. ഇനി നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം, അല്ലേ? അനുസരണം. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ഇങ്ങനെ ഒരു യാത്ര നടത്തുമ്പോൾ അനുസരണം എന്ന ചിന്തയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. എന്താ കാര്യം? പരിശുദ്ധ അമ്മ അനുസരിച്ചവളാണ്. ഒരു പക്ഷേ പരിശുദ്ധ അമ്മയുടെ എല്ലാ പെരുന്നാൾ പ്രസംഗങ്ങളും നമ്മൾ സ്ഥിരമായി കേൾക്കാറുള്ള കാര്യമായിരിക്കും, പരിശുദ്ധ അമ്മ ദൈവഹിതത്തിനോട് അനുസരണം പ്രഖ്യാപിച്ചവൾ. അവൾ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ അത് മാത്രമല്ല, മറ്റൊരു പ്രത്യേകതയുണ്ട് പരിശുദ്ധ അമ്മയ്ക്ക്. പരിശുദ്ധ അമ്മ അനുസരിച്ചവളാണ്. 2, അവൾ അനുസരണത്തിന് ഒരുക്കിയവളാണ്. അതെവിടെയാണ്? പരിശുദ്ധ അമ്മ അനുസരണത്തിന് നമ്മളെ ഒരുക്കുന്നവളാണ്. അതാണ് കാനായിലെ കല്യാണ വീട്ടിൽ നടന്നത്. പരിശുദ്ധ അമ്മ പരിചാരരോട് പറയുകയാണ്, അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. എന്ത്? അനുസരിക്കാൻ ഒരുക്കുന്നവളാണ് പരിശുദ്ധ അമ്മ. അനുസരണത്തിന് തടസ്സമായി നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ ഉണ്ടെങ്കിൽ, നമ്മുടെ ശൈലികൾ അനുസരണത്തിന് ചേരുന്ന ശൈലികളല്ലെങ്കിൽ പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കണം. അമ്മേ, നിന്റെ പുത്രനെ അനുസരിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. കാരണം കാനായിൽ അവൾ ചെയ്തത് അതാണ്. അനുസരണത്തിന് ഒരു സമൂഹത്തെ അവൾ ഒരുക്കിയെടുക്കുകയാണ് അനുസരണത്തിലേക്ക്. എന്താണ് അങ്ങനെ ഒരുക്കാനുള്ള അവളുടെ ക്രെഡിബിലിറ്റി? അവൾ അനുസരിച്ചവളാണ്. അനുസരിച്ചവൾ ദാ ഇപ്പോൾ അനുസരണത്തിന് ഒരുക്കുകയാണ്. ഈ വാക്ക് ഈ കാലത്ത് വളരെ പ്രധാനപ്പെട്ട വാക്കാണ്, അനുസരണം. ഞാൻ എപ്പോഴോ ഇടയ്ക്ക് ഇതിനെക്കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ കുറേയേറെ പേര് ഇതിൽ കേൾക്കുന്നത് കൊണ്ട്, ഇങ്ങനെ പങ്കെടുക്കുന്നത് കൊണ്ട് അത്രയും പേരിലേക്ക് ഈ അനുസരണത്തെക്കുറിച്ചുള്ള ആശയം എത്തട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പറയുകയാണ്. അനുസരണം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അനുസരണത്തെക്കുറിച്ച് ഇഷ്ടംപോലെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ ചിന്തിക്കുന്നത് വേറൊരു ആംഗിളിലാണ്. അനുസരണത്തിന് തടസ്സം നിൽക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പലതുണ്ട്. ഇപ്പം നമ്മുടെ അഹങ്കാരം, നമ്മുടെ തന്നിഷ്ടം, അതൊക്കെയുണ്ട്. അതൊന്നുമല്ല ഞാൻ ചോദിക്കുന്നത്. നല്ല മനുഷ്യരാണ്, പക്ഷെ അനുസരിക്കാൻ പറ്റുന്നില്ല. ജെന്യുവിൻ ആയിട്ടുള്ള മനുഷ്യരാണ്, അനുസരിക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ട്. അവരൊരു കള്ളത്തരമുള്ളവരല്ല, അവർക്ക് മറ്റുദ്ദേശങ്ങളില്ല, പക്ഷെ സ്റ്റിൽ അനുസരിക്കാൻ പറ്റുന്നില്ല. എന്തായിരിക്കും അതിൻ്റെ കാരണം? അനുസരണത്തിന് തടസ്സം നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം എന്നറിയാമോ? ഒന്നാമത്തെ കാരണം ലോജിക്കലല്ല എന്ന ചിന്തയാണ്. എങ്ങനെ? നമ്മളോട് ഒരാൾ ഒരു കാര്യം അനുസരിക്കാൻ പറയുന്നു. അപ്പം നമ്മൾ വിചാരിക്കുകയാണ്, ഈ പറഞ്ഞ കാര്യം ഡസൻറ്റ് മേക്ക് സെൻസ്, എനിക്കിത് ലോജിക്കലായിട്ട് തോന്നുന്നില്ല എൻ്റെ ബുദ്ധിയിൽ, അതുകൊണ്ട് എനിക്കിത് അനുസരിക്കാൻ പറ്റുന്നില്ല. അതൊരു സ്വാഭാവിക തടസ്സമാണ്, അനുസരണത്തിനുള്ള സ്വാഭാവിക തടസ്സമാണ്, അല്ലേ? ഈ അത്തരം ഘട്ടങ്ങളിൽ അനുസരിക്കണോ വേണ്ടയോ? നിങ്ങൾ പറ. അതായത് നമ്മളോട് അനുസരിക്കാൻ ഒരാളൊരു കാര്യം പറയുന്നു, നമുക്കത് അനുസരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ആ പറഞ്ഞ കാര്യത്തിൽ വലിയ കാര്യമുള്ളതായി നമുക്ക് തോന്നുന്നില്ല, അത് ലോജിക്കലാണെന്ന്, യുക്തിസഹജമാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് അനുസരിക്കാൻ പറ്റുന്നില്ല. ജെന്യുവിൻ ഇഷ്യൂ ആണ്. അത്തരം സാഹചര്യങ്ങളിൽ അനുസരിക്കണോ വേണ്ടയോ? എന്താണ് ഉത്തരം? സുവിശേഷം പഠിപ്പിക്കുന്ന ഉത്തരം അനുസരിക്കണം. അത്തരം സാഹചര്യങ്ങളിലും അനുസരിക്കണം എന്നാണ്. അതെവിടെയുണ്ട്? ഉദാഹരണം പറയാം. വീണ്ടും കാനായിലെ കല്യാണ വീട്. അവിടെ തീർന്നു പോയത് എന്താണ്? തീർന്നു പോയത് വീഞ്ഞാണ്. നിറയ്ക്കാൻ പറഞ്ഞത് എന്താണ്? വെള്ളമാണ്. ഡസൻറ്റ് മേക്ക് സെൻസ്. അതായത് ആ വീട്ടിൽ തീർന്നു പോയത് വീഞ്ഞ്, കൽഭരണിയിൽ നിറയ്ക്കാൻ കർത്താവ് ആവശ്യപ്പെട്ടത് വെള്ളം. ഇനി എന്ത് ചെയ്യാനാ? എന്തിനാ ഈ വെള്ളം നിറയ്ക്കുന്നത്? അപ്പൊ തന്നെ ഒരു പ്രശ്നമുണ്ട്. എന്തിനാ ഈ വെള്ളം നിറയ്ക്കുന്നത്? വെള്ളം വീഞ്ഞാകും, പക്ഷെ കാലം കുറെ എടുക്കും. മുന്തിരിയിട്ട് ജാറെടുത്ത് സമയമെടുക്കും. പക്ഷെ ഇത് പോട്ടെ, വെള്ളം നിറയ്ക്കാൻ പറഞ്ഞ് നിറച്ചു. അടുത്തതാണ് അതിലും കോമഡി. പകർന്ന് കലവറക്കാരന് കൊണ്ടുപോയി കൊടുക്കാൻ. എന്തു കൊടുക്കാൻ? പച്ചവെള്ളം കൊണ്ട് കൊടുക്കാൻ. ഈ പച്ചവെള്ളം കയ്യിൽ പകർന്നെടുത്തിട്ട് കലവറക്കാരനെ കൊണ്ടുപോയി കൊടുത്താൽ അങ്ങേര് ചീത്ത വിളിക്കത്തില്ലേ?
പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത്? ഞാനാണെങ്കിൽ ചെയ്യത്തില്ല കേട്ടോ. നമ്മൾ ബുദ്ധി ഉണ്ടെന്ന് ഭാവിക്കുന്നതുകൊണ്ടായി കുഴപ്പം. ഞാനാണെങ്കിൽ ചെയ്യത്തില്ല, എനിക്ക് തോന്നില്ല ഞാൻ ചെയ്യുമെന്ന്. കാരണം ഞാനിതെല്ലാം കാണുന്നില്ലേ, പച്ചവെള്ളം നിറയ്ക്കുന്നു എന്ന് പറയുകയാണ്, ആ കൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ അനുസരിച്ചാൽ തന്നെ ഞാൻ പറയാറുണ്ട്, ഞാൻ ഈ കൊണ്ടുപോകുന്ന വഴിക്ക് എന്ന് വെച്ചാൽ ഈ കൈക്കുടുന്നയിൽ ഈ കൽഭരണിയിൽ നിന്ന് വെള്ളം കോരിയെടുത്തിട്ട് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ആരും കാണാതെ ഒന്ന് കുടിച്ചു നോക്കും. കാരണം വല്ല മാറ്റം ഉണ്ടായെന്ന് അറിയണ്ടേ. ഇതിന് മാറ്റം ഇല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ പുള്ളി എന്നെ ചീത്ത വിളിക്കത്തുള്ളൂ. പക്ഷെ ഇവിടെ അനുസരണമാണ്, ബ്ലൈൻഡ് ഒബീഡിയൻസ് എന്ന് പറയും. ബ്ലൈൻഡ് ഒബീഡിയൻസ്. ഈ ബ്ലൈൻഡ് ഒബീഡിയൻസ് നടന്നപ്പോഴാണ് എന്ത് സംഭവിച്ചത്? വെള്ളം വീഞ്ഞായിട്ട് മാറിയത്. അതെ, ആ സമയത്ത് അല്ലാതെ നമുക്ക് അവിടെ എങ്ങും വായിക്കാൻ പറ്റുന്നില്ല ഈശോ വെള്ളം വീഞ്ഞാക്കിയതായിട്ട് പറയുന്നില്ല. അനുസരിച്ചപ്പോൾ അത്ഭുതം നടന്നു. ഇനിയുണ്ട്. ശിഷ്യന്മാര് 5 അപ്പവും 2 മീനും കൊണ്ട് കർത്താവിൻ്റെ കൊടുത്തു. അവനത് വാഴ്ത്തി എന്നിട്ട് പറഞ്ഞു, വിളമ്പിക്കൊള്ളാൻ. എന്ത് വിളമ്പിക്കൊള്ളാൻ? 5 അപ്പവും 2 മീനും ആർക്ക് വിളമ്പാൻ? ഈ മനുഷ്യർക്ക് മുഴുവൻ വിളമ്പാൻ മാത്രം ഇതുണ്ടോ? പന്തിയായിട്ട് ഇരുത്തിക്കോ, വിളമ്പിക്കൊള്ളാൻ പറഞ്ഞു. ഇവര് വിറച്ച് ഇത് വിളമ്പാൻ തുടങ്ങുകയാണ്. വിളമ്പുന്ന വഴിയിലാണ് 5 അപ്പം പെരുകിയത്. അതായത് അനുസരണത്തിൻ്റെ വഴിയിലാണ് അനുഗ്രഹമുള്ളത്. അനുസരണത്തിൻ്റെ വഴിയിലാണ്. അനുസരിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ അനുഗ്രഹം കാണും. നമുക്കിന്ന് പറ്റുന്നത് ലോജിക്കല്ലാത്തത് കൊണ്ട് അനുസരിക്കാൻ പറ്റുന്നില്ല. ലോജിക്കലായതുള്ളത് മാത്രം അനുസരിക്കുമ്പോൾ അവിടെ അനുസരണം ഒരു പുണ്യമാകുന്നില്ലെന്നേ. എൻ്റെ ബുദ്ധിക്ക് നിരക്കുന്ന കാര്യം മാത്രം ഞാൻ അനുസരിക്കുമെന്ന് പറയുമ്പോൾ അനുസരണം ഒരു പുണ്യമാകുന്നില്ല. അത് ആർക്കും പറ്റും. അതിനുള്ള ക്രിസ്ത്യാനിയാകേണ്ട കാര്യമില്ല, അതാർക്കും പറ്റും. ഈ 10 കുഷ്ഠരോഗികൾ ഈശോയെ കാണാൻ വന്നില്ലേ? ഈശോയെ കാണാൻ വന്നിട്ട് ഈശോ എന്താ പറഞ്ഞേ? പോയി നിങ്ങളെ തന്നെ പുരോഹിതർ കാണിച്ചു കൊടുക്കുക. ശരിക്കും ഇവർ വന്നത് എന്തായിരുന്നു? സൗഖ്യം കിട്ടാൻ വേണ്ടി. സുഖപ്പെടുത്തിയോ ഈശോ? ഇല്ല. പോയി നിങ്ങളെ തന്നെ പുരോഹിതർ കാണിച്ചു കൊടുക്കുക. നിങ്ങളാണെങ്കിൽ പോവുമായിരുന്നു? ഞാനാണെങ്കിൽ പോകത്തില്ല, എനിക്ക് തോന്നുന്നില്ല ഞാൻ പോകുന്നു. ഞാൻ പറഞ്ഞേനെ പോവുകയൊക്കെ ചെയ്യാം. ഈ കയ്യിലെ ഇവിടുത്തെ ഒരു കുഷ്ഠം മാറ്റി കാണിക്കുക. ഒരെണ്ണം മാറ്റിയാൽ ആ ഉറപ്പിൽ ഞാൻ പൊക്കോളാം. അല്ലെങ്കിൽ വെറുതെ പോയി നാണം കെടുന്നത് എന്തിനാ? ഇവർ നടക്കുകയാണ്. ഇവരനുസരിച്ച് നടക്കുന്ന വഴിക്കാണ് എന്ത് സംഭവിച്ചത്? സൗഖ്യമുണ്ടായത്. അനുസരണത്തിൻ്റെ വഴിയിൽ സൗഖ്യമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള ദൈവജനമേ, ചില കാര്യങ്ങൾ നമ്മളോട് നമ്മുടെ അധികാരികൾ, മക്കളെ നിങ്ങളോട് നിങ്ങളുടെ അപ്പനും അമ്മയും പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് പൊട്ടത്തരമാണെന്ന് തോന്നും, ഇത് അനുസരിക്കേണ്ട ഒരു കാര്യമില്ലെന്ന് തോന്നും. സ്റ്റിൽ അതങ്ങ് അനുസരിക്കുക. അനുസരിക്കുന്ന വഴിയിൽ എന്തുണ്ട്? അനുഗ്രഹമുണ്ട്. അനുസരിച്ച് തുടങ്ങുമ്പോൾ അനുഗ്രഹം കാണാൻ പറ്റും. രണ്ടാമത്തെ ഒരു കേസുണ്ട്, ഒരു ജെന്യുവിൻ ഇഷ്യൂവാണ് അടുത്തത്. എന്ന് വെച്ചാൽ നമ്മളോട് ഒരാൾ അനുസരിക്കാൻ പറയുകയാണ് ഒരു കാര്യം, പക്ഷേ നമുക്ക് നല്ല ഉറപ്പുണ്ട് ഈ അധികാരി എന്നെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഉറപ്പ് എന്ന് വെച്ചാൽ ചുമ്മാ ഗസ്സല്ല, ഉറപ്പാണ്. എന്ത്? എൻ്റെ അധികാരി എന്നെ ബുദ്ധിമുട്ടിക്കാൻ, എന്നെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം അനുസരിക്കാൻ പറയുന്നത്. ഇതനുസരിച്ചിട്ട് എന്നെ തകർത്ത് കളയണം, അതിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെ വിചാരിച്ചു. അത്തരം സാഹചര്യങ്ങളിൽ അനുസരിക്കണോ വേണ്ടയോ? ഉത്തരം, സുവിശേഷം പഠിപ്പിക്കുന്ന ഉത്തരം, അനുസരിക്കണം. എന്താ കാര്യം? എന്നോട് അനുസരിക്കാൻ കൽപ്പിച്ച അധികാരിയേക്കാൾ ശക്തനായ ഒരു ദൈവം എനിക്കുണ്ട്. എന്നോട് അനുസരിക്കാൻ പറഞ്ഞ അധികാരിയേക്കാൾ ശക്തനായ ഒരു ദൈവം എനിക്കുണ്ടെങ്കിൽ ആ ദൈവം എന്നെ നടത്തുമെന്നുള്ള ചിന്തയിൽ അനുസരിക്കണം. ഇത്തരം സാഹചര്യങ്ങളിലാണെന്നേ ദൈവവിശ്വാസത്തിൻ്റെ മാറ്റുരയ്ക്കപ്പെടുന്നത്. ഇവിടെയാണ് ദൈവവിശ്വാസം കാണിക്കേണ്ടത്. ഈ കാണുന്നവരെക്കാൾ ശക്തനാണ് എൻ്റെ ദൈവം എന്ന് വിശ്വസിക്കാൻ പറ്റണം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിച്ചത് ഈ അനുസരണം പ്രധാനപ്പെട്ട വിഷയമാണ്. നമുക്കറിയാം ഇന്ന് സഭയിലും ചുറ്റുപാടുമൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ, പ്രധാനപ്പെട്ട പ്രശ്നം ഈ പുണ്യം എങ്ങോ മാഞ്ഞും മറഞ്ഞു പോയി. ഏത്? അനുസരണമെന്ന പുണ്യം എങ്ങോ മാഞ്ഞു മറഞ്ഞു പോവുകയാണ്. തിരിച്ചു കൊണ്ടുവരണം അനുസരണത്തെ. അനുസരിക്കാൻ നമ്മൾ നമ്മളെ തന്നെ ഒരുക്കണം. അത് ഇന്നത്തെ ഹോംവർക്ക്. അതായത് നമ്മൾ അനുസരിക്കാതെ പോയ ഏതൊക്കെയോ കാര്യങ്ങൾ കിടപ്പുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് അനുസരിക്കാതെ പോയത് എന്തൊക്കെയോ കിടപ്പുണ്ട്. ഒന്ന് അനുസരിക്കാം. അനുസരിക്കാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞ, അനുസരിക്കാതെ മാറ്റിവെച്ച, അനുസരിക്കാൻ മറന്നുപോയ എന്തോ ഒന്ന് നമ്മുടെ ജീവിതത്തിൽ കിടപ്പുണ്ട്. അതൊന്ന് അനുസരിക്കാവോ? എന്താണെന്നറിയാവോ? അനുസരിക്കുമ്പോൾ നീ അനുഗ്രഹം കാണും. ആമേൻ. ഇന്നത്തെ പ്രവൃത്തി: അനുസരിക്കാതെ മാറ്റിവെച്ച കാര്യങ്ങൾ അനുസരിക്കുക. പിതാവേ, എന്നോട് താതന്റെ ദൂതന്മാർ പകൽ വാഴ്ത്തിയിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലെന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ. നന്ദിയാൽ വണങ്ങും
നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ. ഹല്ലേലൂയാ, 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 ഈശോയെ, അത്യുന്നതനെ നിനക്ക് ആരാധന. കർത്താവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനകളെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. കർത്താവേ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇരുന്ന് നുറുങ്ങിയ ഹൃദയത്തോടെ, നിറഞ്ഞ മിഴികളോടെ, ദിവ്യകാരുണ്യമേ നിന്നെ നോക്കുന്ന നിന്റെ ജനത്തിൻ്റെ മേൽ നീ കരുണയായിരിക്കണമേ. ഈശോയെ, പ്രാർത്ഥനകൾക്ക് നീ ഉത്തരം കൊടുക്കണമേ. നീ ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങൾക്ക് പ്രത്യാശ നൽകണമേ. കർത്താവേ, ഇന്ന് ഞങ്ങൾ കേട്ടു ധ്യാനിച്ചത് അനുസരണത്തെക്കുറിച്ച്. വിശുദ്ധിയിലേക്കുള്ള ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിരിക്കേണ്ട പുണ്യമാണ് അനുസരണമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈശോ, അനുസരണത്തെ ജീവിതത്തിലെ വ്രതമായിട്ടെടുക്കുക ഞങ്ങളെ നീ ഒരുക്കണമേ. ഈശോ, നീ തന്നെയാണല്ലോ ഞങ്ങൾക്കായി നൽകപ്പെട്ട അനുസരണത്തിൻ്റെ ഏറ്റവും വലിയ മാതൃക. പിതാവിൻ്റെ തിരുഹിതത്തോട് അനുസരണം പ്രഖ്യാപിച്ചവനെ, ദൈവമായിരുന്നിട്ടും ദൈവത്വത്തിൻ്റെ മഹിമയോടോ പകിട്ടിനോടോ ചേരാത്ത സാഹചര്യങ്ങളിലൂടെ, ഇടങ്ങളിലൂടെ, പരിസരങ്ങളിലൂടെ നടക്കേണ്ടി വന്നപ്പോഴും അധിക്ഷേപങ്ങളും ആരോപണങ്ങളും ഏറെ ഏൽക്കേണ്ടി വന്നപ്പോഴും, പാടുപീഡകൾ നിന്നെ തേടി വന്നപ്പോഴും, കുരിശിലേക്ക് നീ തറയ്ക്കപ്പെട്ടപ്പോൾ, കർത്താവേ, നിന്റെ അനുസരണത്തിന് അണുവിട ചലനമുണ്ടായില്ലല്ലോ. നീ മരണം വരെ അനുസരണം പ്രഖ്യാപിച്ചു. ഈശോയെ, നിന്റെ അനുസരണത്തിൻ്റെ മാതൃക ഞങ്ങളെ പ്രചോദിപ്പിക്കട്ടെ. അനുസരണയുള്ളവരാകുവാൻ ദൈവതിരുഹിതത്തോട്, തിരുലിഖിതങ്ങളോട്, തിരുസഭയുടെ പ്രബോധനങ്ങളോട്, ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ നന്മയുള്ള നിർദ്ദേശങ്ങളോട് ഒക്കെ അനുസരണം പ്രഖ്യാപിക്കുക. സമൂഹത്തിലും സഭയിലും ഭവനങ്ങളിലും അനുസരണമെന്ന കൈമോശപ്പെട്ടു പോയ പുണ്യം തിരികെ വരുക. കർത്താവേ, നിന്റെ ജനത്തിൻ്റെ മേൽ കരുണയുണ്ടാകണമേ. പരിശുദ്ധ അമ്മ അനുസരണത്തിൻ്റെ വലിയ മാതൃകയായി ഞങ്ങളുടെ മുമ്പിലുണ്ടല്ലോ. ഈശോ, ദൈവത്തിൻ്റെ പദ്ധതിയോട് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ അനുസരണം പ്രഖ്യാപിച്ചപ്പോൾ പിന്നെ ഒരിക്കൽ പോലും ആ അനുസരണത്തിൽ നിന്ന് ചലിച്ചില്ലല്ലോ. അതുമാത്രമല്ല, അവൾ മറ്റുള്ളവരെ അനുസരണത്തിന് ഒരുക്കി. കാനായിലെ കല്യാണ വീട്ടിൽ അവൾ അനുസരണത്തിന് പരിചാരകരെ ഒരുക്കി. തീർന്നില്ല. ശിഷ്യന്മാരെ ജെറുസലേമിൽ വസിക്കുവിനെന്ന് ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞപ്പോൾ
ആ പറഞ്ഞതിനോട് അനുസരണം പ്രഖ്യാപിക്കുവാൻ ശിഷ്യന്മാരെ പരിശുദ്ധ അമ്മ ഒരുക്കിയല്ലോ, ചേർത്ത് പിടിച്ചിരുത്തി പ്രാർത്ഥിപ്പിച്ചല്ലോ. കർത്താവേ, നിന്റെ അമ്മയിൽ നിന്ന് അനുസരണത്തിൻ്റെ നല്ല പാഠങ്ങൾ പഠിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ. ഈശോ പ്രത്യേകിച്ച് ഈ കാലത്ത് എല്ലാം മനസ്സിലായെങ്കിൽ മാത്രമേ അനുസരിക്കൂ എന്ന് ഞങ്ങൾ വാശി പിടിക്കുന്ന കാലത്ത് അതിൽ സുഹൃതമില്ലെന്നും അതിൽ പുണ്യമില്ലെന്നും വിശ്വാസത്തോടെ മിഴിപൂട്ടി അനുസരിക്കുന്നിടത്താണ് വിശുദ്ധി എന്നും തിരിച്ചറിഞ്ഞ് പരിക്കുകളേൽക്കുമ്പോഴും ഞങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് മുറിവേൽക്കുമ്പോഴും ഞങ്ങൾ ശരിയെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങളുടെ മേൽ അനുസരണം കൽപ്പിക്കപ്പെടുമ്പോഴും കർത്താവേ, വിധേയത്വത്തോടെ അനുസരിക്കുവാൻ നീയും നിന്റെ സുവിശേഷവും ഞങ്ങളെ ബലപ്പെടുത്തട്ടെ. അനുസരണത്തിൻ്റെ വഴിയിൽ അനുഗ്രഹമുണ്ടെന്ന്, അനുസരിക്കുമ്പോൾ ദൈവം ഇടപെടുമെന്ന്, അനുസരിക്കുമ്പോൾ അത്ഭുതങ്ങൾ ഞങ്ങൾ സാക്ഷ്യം വഹിക്കുമെന്ന് വിശ്വസിക്കാൻ കർത്താവേ, അപ്രകാരം അനുസരണം പ്രഖ്യാപിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണം. പ്രത്യേകമായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ വളർത്തുന്ന മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. അനുസരണയില്ലാതെ പോകുന്നൊരു തലമുറയോർത്ത് സങ്കടപ്പെടുന്ന മാതാപിതാക്കളെ പ്രത്യേകം ഓർക്കുന്നു. ഈശോയെ, മറുചോദ്യങ്ങൾ ഒരുപാട് ഏറുന്ന കാലത്ത് എളിമപ്പെട്ട് അനുസരിക്കുവാൻ മാതാപിതാക്കൾ പറയുന്ന നല്ല കാര്യങ്ങളെ താഴ്മയോടെ സ്വീകരിച്ച് അവ ജീവിതത്തിന്റെ പാഠങ്ങളാക്കുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ ഒരുക്കണമേ. ഈശോ, സഭയിൽ അനുസരണം തിരിച്ചു വരട്ടെ. അനുസരണമാണ് സഭയെ ഒരു കൂട്ടായ്മയായി മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈശോ, ദൈവതിരഹിതത്തോട് അധികാരികളുടെ പ്രബോധനങ്ങളോട് അനുസരണം പ്രഖ്യാപിക്കുവാൻ സഭാതനയരെ, നിന്റെ സഭയെ നീ ഒരുക്കണമേ. ഈശോയെ, ദൈവജനമേ, സാധിക്കുന്നവരൊക്കെ മുട്ടിന്മേൽ നിന്ന് ഇരുകരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തുറന്നു പിടിച്ച് അനുസരിക്കാൻ കഴിയാതെ പോയ നേരങ്ങളെയോർത്ത്, അനുസരണക്കേടിൻ്റെ നിമിഷങ്ങളെയോർത്ത് അനുദപിക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നു. ഒന്ന് വിചാരിച്ചിരുന്നെങ്കിൽ അനുസരിക്കാൻ പറ്റുമായിരുന്ന നേരങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. കർത്താവേ, അത്തരം നേരങ്ങളിൽ അനുസരണക്കേടിൻ്റെ ധാർഷ്ട്യം കാണിച്ചതിനെ ഓർത്ത് അനുദപിച്ച് ഈശോ, ദൈവത്തിരഹിതത്തോട് അനുസരണം പ്രഖ്യാപിച്ചവനെ, നിന്റെ ആ അനുസരണത്തിന്റെ പങ്ക്, ദൈവിക പദ്ധതിയുടെ അനുസരണം പ്രഖ്യാപിച്ച പരിശുദ്ധ അമ്മയുടെ അനുസരണത്തിന്റെ ചൈതന്യത്തിന്റെ പങ്ക് ഞങ്ങൾക്ക് ലഭിക്കണമേ എന്ന് ആഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോ, അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം എന്നുരച്ച നാഥ കൃപയേകൂ. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം എന്നുരച്ച നാഥ കൃപയേകൂ. അനുസരിച്ചെന്നും ഐശ്വര്യമാകാൻ വിളിയേകൂ. യേശുനാഥ, അനുസരിച്ചെന്നും ഐശ്വര്യമാകാൻ വിളിയേകൂ. യേശുനാഥ, അനുസരിച്ചെന്നും ഐശ്വര്യമാകാൻ വിളിയേകൂ. യേശുനാഥ, അനുസരിച്ചെന്നും ഐശ്വര്യമാകാൻ വിളിയേകൂ. യേശുനാഥ, അനുസരിച്ചാൽ നിങ്ങൾ ഐശ്വര്യം കാണുമെന്ന് കർത്താവേ, നിന്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് അനുസരണം പ്രഖ്യാപിക്കുവാൻ ഞങ്ങൾ തീരുമാനമെടുക്കട്ടെ. ഇസ്രായേല് ദൈവമേ നിന്നോട് അനുസരണം കാട്ടിയപ്പോഴൊക്കെ അനുഗ്രഹവും അഭിവൃദ്ധിയും അവരെ തേടി വന്നതുപോലെ നിന്റെ ജനം നിന്റെ സന്നിധിയിൽ അനുസരണം പ്രഖ്യാപിക്കട്ടെ. മറുതൊലിക്കാതെ, തന്നിഷ്ടത്തിന്റെ വഴിയെ പോകാതെ, കർത്താവേ നിന്റെ കുരിശിന്റെ ചുവട്ടിൽ നിന്റെ സഭയോട് ചേർന്ന് അനുസരണത്തോടെ നിൽക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ദൈവജനമേ, കർത്താവിൻ്റെ ആശീർവാദത്തിനായി നമുക്കൊരുങ്ങാം.
അനുസരിച്ചെന്നും അനുഗ്രഹമാകാം കൃപയേകൂ യേശുനാഥ. അനുസരിച്ചെന്നും അനുഗ്രഹമാകാം കൃപയേകൂ യേശുനാഥ. അനുസരിച്ചെന്നും അനുഗ്രഹമാകാം കൃപയേകൂ യേശുനാഥ. പരിശുദ്ധ കന്യകാമറിയമേ, എൻ്റെ ഹൃദയത്തെ അങ്ങയുടേതായി സ്വീകരിക്കണമേ. പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പവലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ. പ്രിയപ്പെട്ട അമ്മേ, സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ. ഞാൻ അങ്ങേക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ. മറിയമേ, ദിനം പ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ ഹേതുവാകട്ടെ. മിശിഹായുടെ ദിവ്യാത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ. മിശിഹായുടെ തിരുശരീരമേ, എന്നെ രക്ഷിക്കണമേ. മിശിഹായുടെ തിരുരക്തമേ, എന്നെ ലഹരി പിടിപ്പിക്കണമേ. മിശിഹായുടെ തിരുവിലാവിലെ വെള്ളമേ, എന്നെ കഴുകണമേ. മിശിഹായുടെ കഷ്ടാനുഭവമേ, എന്നെ ധൈര്യപ്പെടുത്തണമേ. നല്ല യേശു, എന്റെ അപേക്ഷ കേൾക്കണമേ. അങ്ങേ തിരുമുറിവുകളുടെ ഇടയിൽ എന്നെ മറച്ചുകൊള്ളണമേ. അങ്ങയിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ദുഷ്ടശത്രുക്കളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. എൻ്റെ മരണനേരത്ത് എന്നെ അങ്ങേ പക്കലേക്ക് വിളിക്കണമേ. അങ്ങേ പരിശുദ്ധന്മാരുടെ കൂടെ നിത്യമായി അങ്ങേ സ്തുതിക്കുന്നതിന് അങ്ങേ അടുക്കൽ വരുവാൻ എന്നോട് കൽപ്പിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യ ഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങയുടെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ.
ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ മേൽ അരിവുണ്ടായിരിക്കണമേ. അമലോത്ഭവ മറിയത്തിന്റെ കറയില്ലാത്ത ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുഹൃദയത്തിന്റെ നാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോയുടെ തിരുഹൃദയം എല്ലായിടത്തും എല്ലാവരാലും സ്നേഹിക്കപ്പെടട്ടെ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. അമ്മയെന്ന രണ്ടക്ഷരത്തിൽ സ്നേഹമെല്ലാം പൊതിഞ്ഞു വെച്ച് മാനവർക്ക് പകുത്തു നൽകി ദൈവബലിയോടെ. അമ്മ എന്ന രണ്ടക്ഷരത്തിൽ സ്നേഹമെല്ലാം പൊതിഞ്ഞു വെച്ച് മാനവർക്ക് പകുത്തു നൽകി